Hello friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മട്ടൺ റോസ്റ്റ് പോലത്തെ സോയാബീൻ ഫ്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സോയാബീൻ ഫ്രൈ ആണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി പറയാം. അതിനെ നമ്മൾ ഒരു കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ വെള്ളമൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതിനെ കൂടെ നമ്മൾ ഒരു സ്പൂണ് ഇതിൽ മല്ലിപ്പൊടി ഇടുവാണ്, ഒരു സ്പൂണ് മുളക് പൊടി ഇടുവാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്നത് അര സ്പൂണ് ജീരകപ്പൊടിയാണ്, അര സ്പൂണ് ഗരം മസാല ഇടാം. അതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പൂണ് അരിപ്പൊടി ഇടാം. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലപോലെ മിക്സ് ആക്കാം. പിന്നെ നമ്മൾ ഒരു ഇച്ചിരി വെള്ളം തളിച്ചിട്ട് കൊടുക്കുക. വെള്ളം തളിച്ചാൽ നല്ലപോലെ മസാല കോട്ടാവും. നമുക്ക് സോയാബീൻക്ക് നല്ലപോലെ കോട്ടായി വരും. ഇത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കി കഴിഞ്ഞ് ഒരു സ്പൂണ് അരിപ്പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ടോട്ടലായിട്ട് 2 സ്പൂൺ അരിപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ നല്ലപോലെ അത് ഫുള്ളി കോട്ടായി വരും. ഇത് സൈഡിൽ 10 മിനിറ്റ് വെച്ചേക്കാം. ഇനി നമ്മൾ പാൻ എടുക്കുക. പാനിൽ 1 ടീസ്പൂൺ ഓയിൽ എടുക്കുക. അതിൽ നമ്മൾ ഈ സോയാബീൻ ഇട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഈ സോയാബീൻ ഫ്രൈ ചെയ്ത് എടുക്കും. അപ്പം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ 4 സൈഡിൽ നിന്ന് നല്ലപോലെ ഫ്രൈ ആവും. കൂടുതൽ സമയമൊന്നും എടുക്കില്ല. 3 to 4 മിനിറ്റ്സിൽ നമ്മുടെ സോയാബീൻ ഫ്രൈ ആയി റെഡിയാവും. കണ്ടോ, നല്ല ഒരു ടെക്സ്ചർ തന്നെ പൂരം മാറിപ്പോയി. നല്ലപോലെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി നമ്മളൊരു വേറെ പാത്രത്തിൽ എടുത്ത് വെച്ചേക്കാം. ഇനി ഈ പാനിൽ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി എടുക്കുക. അതിൽ നമ്മൾ ഒരു അര സ്പൂൺ ജീരകം ഇട്ട് അത് കഴിഞ്ഞ് നമ്മളൊരു 10-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ ഇതിൽ ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കണ്ടിച്ചിട്ട് ഇടാം. അതും നല്ലപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു ചെറുതായിട്ട് സവോളേൻ്റെ കളർ ചേഞ്ച് ആവുന്നവരെ ഇതിച്ച് വെച്ചേക്കാം. അപ്പോൾ ഇച്ചിരി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി മസാല ഇടാം. 2 സ്പൂൺ നമ്മളിതിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ അര സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അര സ്പൂൺ നമ്മൾ പെരിഞ്ചീരകം പൊടിയും 1 സ്പൂണ് കുരുമുളക് പൊടി ഇടാം. ഇത് നല്ലപോലെ മിക്സ് ആക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ ഈ മസാല നല്ലപോലെ വാട്ടിയെടുക്കുക. നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞ് ഇതിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അര കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ മസാല നല്ല സ്മൂത്തായി വരും. അപ്പോൾ ഇച്ചിരി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. തിളച്ച് കഴിഞ്ഞ് അതിൽ നമ്മൾ ടൊമാറ്റോ ഇടണം. അപ്പോൾ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, ഇച്ചിരി വലുതായി കണ്ടിച്ചാൽ മതി, അത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കുക. മിക്സ് ആക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്ത് വെച്ച് സോയാബീൻ എടുത്ത് ഇതിൽ ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ആക്കാം. മസാലയിൽ നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞ് ഇനി നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിന് വേവിക്കാൻ വെക്കുക. അപ്പോൾ ഒരു അര കപ്പ് വെള്ളം, ഇനി ഒരു അര കപ്പ് മതി, കൂടുതൽ വേണ്ട. അത് അര കപ്പ് ഇട്ടിട്ട് ഇത് മൂടി വെച്ചേക്കുക. ഒരു 5 മിനിറ്റ് ഇതിന് വേവിക്കാൻ വെക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഉഗ്രൻ പെരലൻ പോലത്തെ ഒരു ടെക്സ്ചറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി വേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ഫ്രഷ് വേപ്പില ഇട്ട് നല്ലപോലെ മിക്സ് ആക്കുക. ഇനി നമ്മളൊരു സീക്രട്ട് ഐറ്റം ഇടാൻ പോവുകയാണ്. അതാണ് 1 സ്പൂണ് സോയാ സോസ്. സോയാ സോസ് ഇട്ടാൽ ഇതിൻ്റെ ടെക്സ്ചർ ടോട്ടലി മാറി കിട്ടും. നല്ല ഒരു കളർ വരും. പിന്നെ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ചാറുണ്ടാക്കാം. അല്ലെങ്കിൽ നല്ല ഈ ടൈപ്പ് പെരലൻ ഉണ്ടാക്കി എടുക്കാം. ചപ്പാത്തിയും പൊറോട്ടേൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യണം.